ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചിക്കൻ ബ്രോക്കലി റൈസ് ആണ്. നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. ഞാൻ ഈ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 150 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ബോൺലെസ് പീസ് ആണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറുതായിട്ട് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് ചെറുതാക്കിയിട്ടുള്ളത് ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ മുറിച്ചെടുത്തിട്ടുള്ളത്. ഈ ചിക്കൻ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാനുണ്ട്. ഞാനിത് ഇവിടെ ഒരു 1/4 ടീസ്പൂൺ കുറച്ചും കൂടെ കുറവ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ ഒരു 1/4 ടീസ്പൂൺ മാത്രം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതാ ഞാനിവിടെ 2 അല്ലി വെളുത്തുള്ളി ഇതുപോലെ നന്നായിട്ടൊന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണിലും കുറച്ചും കൂടെ കുറവ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ സോയ സോസ് ആണ്. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ ഉപ്പ് നേരത്തെ കുറച്ച് മാത്രം ചേർത്തത്. കാരണം സോയ സോസിൽ അത്യാവശ്യം നല്ല ഉപ്പുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഇതാ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഇതാ നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം വെക്കാം. ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നൊന്നുമില്ല കേട്ടോ. നമുക്കൊരു 10-15 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി. ഇനി നിങ്ങളുടെ അടുത്ത് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചധികം നേരം വെച്ചാലും ഒരു കുഴപ്പമില്ല. ഇനി ഇതാ ഞാനിവിടെ ചോറ് എടുത്തിട്ടുണ്ട്. അതായത് വേവിച്ചിട്ടുള്ള ചോറാണ്. ഞാനിവിടെ 2 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. വേവിച്ചതിന് ശേഷമുള്ള അളവാണ് 2 കപ്പ് എന്ന് പറയുന്നത്. ഇത് ഞാൻ സാധാരണ ബസ്മതി അരി നന്നായിട്ട് വെള്ളത്തിൽ ഒരു 20 മിനിറ്റ് കുതിർത്തതിന് ശേഷം തിളച്ച വെള്ളത്തിൽ ഉപ്പ് മാത്രം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് ഊറ്റിയെടുത്താണ് കേട്ടോ ഇത്. അപ്പം നിങ്ങൾ ഇതുപോലെ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ചോറ് തലേ ദിവസം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ബ്രോക്കലിയാണ്. ഞാനിവിടെ ഒരു ചെറിയ ബ്രോക്കലിയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഒരു ബൗളിൽ ഉപ്പ് ചേർത്തിട്ടുള്ള ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഒരു 5 to 10 മിനിറ്റ് മുക്കി വെച്ചിട്ട് അത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ആ വെള്ളം ഒഴിവാക്കിയിട്ട് ബ്രോക്കലി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തതാണ് കേട്ടോ ഇത്. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിൽ എന്തെങ്കിലും പുഴുവോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി കിട്ടും. ഇപ്പം ഞാനിത് ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഒരുപാട് അങ്ങോട്ട് ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ടില്ല. ഇനി നിങ്ങൾക്ക് ഇത് ഇത്ര വലിയ കഷ്ണങ്ങളായിട്ട് കഴിക്കാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് അരിയാം. ഇനി ഇതാ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നെയ്യോ ബട്ടറോ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്, അത് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ബട്ടറോ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഒന്നും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മാത്രം ഒലിവ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ചിക്കൻ ഉണ്ടല്ലോ, അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇപ്പോൾ ഇതാ ചിക്കൻ എല്ലാം കൂടെ നമ്മളൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കാം. തീ ഒരു ഹൈ ടു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇപ്പം ഞാനിത് ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാം ചിക്കൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് എല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചിക്കൻ പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം കേട്ടോ. വെള്ളം ഒന്നും എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങിയിട്ട് അതുപോലെ തന്നെ ആവിയുടെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ചിക്കൻ വെന്ത് കിട്ടിക്കോളൂ കേട്ടോ. പിന്നെ ബോൺലെസ് പീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇതുപോലെ അടച്ചു വെച്ച് വേവിക്കുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ വേവിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാനിതാ കുറച്ച് സമയം കഴിഞ്ഞിട്ട് തുറന്നു നോക്കുന്ന സമയത്ത് ചിക്കനിൽ ഇതാ കുറച്ചൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം ചെറുതായിട്ടൊക്കെ ഒന്ന് വെന്ത് തുടങ്ങുന്നുണ്ട് കേട്ടോ ചിക്കൻ. ഇതുപോലെ നമുക്കൊന്നും കൂടി ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്നും കൂടി വേവിച്ചിട്ടെടുക്കാം. ഇപ്പം ഞാനിതാ വീണ്ടും കുറച്ച് സമയം കഴിഞ്ഞിട്ടൊന്ന് തുറന്നു നോക്കുന്ന സമയത്ത് ഇതാ ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ ചിക്കൻ്റെ ആ ഒരു സൈഡൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു പാനിൽ നിന്നൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് അതേ സെയിം പാനിലേക്ക് തന്നെ 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ 5 വലിയ അല്ലി വെളുത്തുള്ളി ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞതും പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം മാത്രം ഇഞ്ചി ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഈ ഒരു റൈസിൽ എന്ന് പറയുന്നത് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ആണ് ഒന്നും കൂടെ മുന്നിട്ട് നിൽക്കേണ്ടത്. അതുകൊണ്ടാണ് വെളുത്തുള്ളി കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതാ ഈ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ആ വെളുത്തുള്ളിയുടെ പച്ചമണക്ക് ചെറുതായിട്ടൊന്ന് മാറിയാൽ മതി. വെളുത്തുള്ളി ഒരുപാട് കളറൊക്കെ മാറി ബ്രൗൺ ഒന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പം ഇതാ നമ്മളിവിടെ വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ട് ഒരു 40 സെക്കൻഡ് മാത്രം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് വേണം നമുക്കിതിലേക്ക് സ്പ്രിംഗ് അണിയൻ്റെ വൈറ്റ് പോർഷൻ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഇളക്കി കൊടുക്കാം. വീണ്ടും ഇതുപോലെ തന്നെ ഒരു 40 സെക്കൻഡ് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ചൈനീസ് കുക്കിങ്ങിലൊക്കെ ചെയ്യുന്ന പോലെ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ സ്പ്രിംഗ് അണിയനും കളറൊക്കെ ഒന്ന് മാറി സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് അരിഞ്ഞു മാറ്റി വെച്ചിട്ടുള്ള ബ്രോക്കലി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബ്രോക്കലി എന്ന് പറയുമ്പോൾ ഒരുപാട് വേവൊന്നും ഇല്ലാത്തൊരു പച്ചക്കറിയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചൂടുവെള്ളത്തിൽ ഉപ്പൊക്കെ ചേർത്തിട്ട് വെച്ചതുകൊണ്ട് തന്നെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വേവേണ്ട ആവശ്യമില്ല. ഇത് ചെറുതായിട്ട് അതിൻ്റെ ഒരു പച്ചച്ചവ ഒന്ന് മാറി കിട്ടിയാൽ മതി. ഇതുപോലെ ബ്രോക്കലി ചേർത്തിട്ട് ഞാനിവിടെ 1 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്.
ഇനി ബ്രോക്കലി പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മിനിറ്റ് മാത്രം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് വെന്തുടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നോക്കണേ. ആ ബ്രോക്കലിയുടെ ഒരു ക്രഞ്ചിനെസ് പോവാതിരിക്കുന്നതാണ് അതിന്റെ ഒരു ടേസ്റ്റ്. ഇപ്പൊ ഞാനിവിടെ അടപ്പ് തുറന്നിട്ട് കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ, നമ്മൾ ചോറിലും അതുപോലെ തന്നെ ചിക്കനിലും ഒക്കെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ കൂടി പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ. പിന്നെ നമ്മൾ സോയ സോസ് ഒക്കെ ഒഴിക്കുന്നുണ്ട് വീണ്ടും. അപ്പോൾ ഒരു തരി മാത്രം, ഒരു നുള്ളു മാത്രം ഞാൻ ബ്രോക്കലിക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഞാനിതാ ഇവിടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബ്രോക്കലി ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് വേണം നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചോറ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ചോറിന്റെ മേലെ കൂടെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണും കുറച്ചും കൂടെ കുറവ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ. പിന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ നിറയെ ചില്ലി സോസ് ആണ് കേട്ടോ. റെഡ് ചില്ലി സോസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ലൊരു ഫ്ലേവർ ആണ് ഈ ഒരു റൈസിന്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക കേട്ടോ. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ തീ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, കാരണം ചോറ് പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുള്ള ചോറാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇളക്കി കൊടുക്കുന്ന സമയത്ത് പെട്ടെന്നൊന്നും അങ്ങനെ പൊട്ടിപ്പോവില്ല. അപ്പോൾ അതുകൊണ്ടാണ് എന്തുകൊണ്ടും ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ചോറാണ് ഒന്നും കൂടെ നല്ലതെന്ന് പറയുന്നത്. ഇപ്പം ഉണ്ടാക്കിയ ചോറാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ പതിയെ സൂക്ഷിച്ചൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇതാ നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ചോറൊന്നും ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് സ്പ്രിംഗ് അണിയൻ്റെ ഗ്രീൻ പാർട്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ബ്രോക്കലി ചിക്കൻ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിന്റെ അളവ് കുറച്ചിട്ട് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടാണ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ചിക്കന്റെയും ബ്രോക്കലിയുടെയും അളവ് കൂട്ടിയിട്ട് ചോറിന്റെ അളവ് കുറച്ചിട്ട് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയണം. നമുക്ക് അടുത്തൊരു ദിവസം വേറൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.